പുരാതനമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ജനുവരി 14 ആരംഭിക്കും. ജനുവരി 22 പ്രതിഷ്ഠാ ദിനം. 25 വരെ തുടരുന്ന ചടങ്ങുകളിൽ സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി 14 ആരംഭിച്ച് 25 സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട മണക്കാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിലും നവീകരിച്ച ശ്രീകോവിലിലുമാണ് വൈദിക ചടങ്ങുകൾ നടക്കുന്നത്. 22 രാവിലെ 8:15 9:43 മധ്യയുള്ള കുംഭൻ രാശി മുഹൂർത്തത്തിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 14 തീയതി സാംസ്കാരിക സദസ്സോട് കൂടിയിട്ടാണ് ആരംഭം. അതിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശ്രീ സുബ്രഹ്മണ്യ അടികയാണ് ഭദ്രദീപം തെളിയിക്കുന്നത്. അമൃതാനന്ദപുരിമയി ആശ്രമത്തിലെ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ മുഖ്യ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുഖ്യ പ്രഭാഷണം ദേവനാണ്, സിനിമ നടനായിട്ടുള്ള ദേവനാണ് പങ്കെടുക്കുന്നത്. വൈദികമായ ചടങ്ങുകൾ കൂടാതെ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്നും അവർ വ്യക്തമാക്കി. 14 രാവിലെ 9:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതൻ KN സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് TS രാജൻ അധ്യക്ഷനായിരിക്കും. സിനിമാ താരം ദേവൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മാതാ അമൃതാനന്ദമയി മഠം മാതൃവാണി എഡിറ്റർ ഇൻചാർജ് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ശിവദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിലുണ്ടായിരിക്കും. സ്ഥപതി വേഴപ്പറമ്പ് പരമേശ്വരൻ നമ്പൂതിരി, ശില്പികള് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി PG രാജശേഖരൻ, നവീകരണ സമിതി കൺവീനർ PS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. ജനുവരി 22 പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 5 മണി മുതൽ രക്ഷവിടർത്തി പൂജ, പ്രസാദ പ്രതിഷ്ഠ തുടങ്ങിയ കർമ്മങ്ങൾ നടക്കും. തുടർന്ന് ജീവകലശവും മറ്റു കലശങ്ങളും ശ്രീകോവിലേക്ക് ആചാരപരമായി എഴുന്നള്ളിക്കും. 8:15 മുതൽ 9:43 വരെയുള്ള കുംഭൻ രാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്ന ശ്രീകോവിലും നമസ്കാര മണ്ഡപവും കേരളീയ വാസ്തു പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രമെന്ന് ക്ഷേത്ര ഭരണാധികാരികൾ പറഞ്ഞു. നിലവിലെ ക്ഷേത്രം കീഴ്മലനാട് രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. 2022 മാർച്ച് 13 ഇവിടെ ബാലാലയ പ്രതിഷ്ഠ നടത്തിയത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.